അങ്ങനെയാണ് അവരെൻ്റെ അടുത്ത് പറഞ്ഞത്. അതുകൊണ്ട് വലിയൊരു വിഷയമല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ തമ്മിൽ വിഷയമില്ലെങ്കിൽ എന്നോടല്ല ധരിപ്പിക്കേണ്ടത്, ഇത് ഓഡിയൻസിനോട്. കാരണം എല്ലാവരും സോഷ്യൽ മീഡിയയിൽ കണ്ടു കഴിഞ്ഞു, നിങ്ങൾ തമ്മിൽ വഴക്കാണെന്ന് വരെ എല്ലാവരും ധരിച്ചിരിക്കുകയാണ്. അപ്പം അത് ക്ലിയർ ചെയ്യേണ്ട ജോലി ഇപ്പോഴും മാറ്റിയിട്ടില്ല, ക്ലിയർ ചെയ്തിട്ടില്ല അവര്. ചെയ്തു, അവർ ചെയ്തു. എനിക്ക് തോന്നുന്നു വേറെ പത്രമാധ്യമങ്ങളിലൊന്നും അധികം വന്നിട്ടില്ല. പത്രമാധ്യമങ്ങളിൽ വന്നിട്ടില്ലായിരിക്കും, പക്ഷെ അവർ വീഡിയോ ഇറക്കി രണ്ടുപേരും ഈ പറയുന്ന രണ്ട് ആർട്ടിസ്റ്റുകൾ കെട്ടിപ്പിടിച്ച് വളരെ സൗമ്യമായിട്ട് അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ചേട്ടൻ ഇടപെടുന്ന കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് പോകുന്നുള്ളത് അങ്ങനെ പറയാനില്ല. ഞാനിപ്പോ 15 വർഷത്തോളമായി ഇതിന്റെ ആത്മയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് ഒരു പദവിയിലിരിക്കുന്നു. ഞാൻ ഇപ്പോഴേ ഗണേഷ് കുമാർ എന്ന് പറയുന്ന അദ്ദേഹത്തിനോട്, ഞങ്ങളുടെ പ്രസിഡന്റാണ് അദ്ദേഹം, അദ്ദേഹത്തിനോട് പറഞ്ഞ അടുത്ത വർഷം പോലെ ദയവ് ചെയ്ത് എന്നെ ഒന്ന് ഒഴിവാക്കി തരണം. കാരണം എന്ന് വെച്ചാൽ ഒന്ന്, ഇത്രയും ഈ നെഗറ്റിവിറ്റി മാത്രമാണ് നമ്മൾ കേൾക്കുന്നത്. ഇത് ഞാൻ എന്നും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ജോലി എന്ന് പറയുന്നത് താങ്ക്ലെസ് ജോബാണ്. നമ്മൾ എത്ര നല്ല കാര്യം ചെയ്താലും ശരി, അവസാനം വരുമ്പോൾ നമുക്ക് തിരിച്ചടി വരുന്നത് മോശമായിട്ട്. പക്ഷെ എനിക്ക് ഒരു സന്തോഷമുണ്ട്, ഈ സീരിയലാണ് എന്നെ വളർത്തി ഈ ഒരു ലെവലിൽ തിരിച്ചെത്തിച്ചത്. കാരണം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം പലർക്കും അറിയാം. കാരണം സിനിമയിൽ നല്ല പ്രൊഡ്യൂസറായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ ഒരു പുഷ്കര കാലത്ത് നിന്ന് ഒരു താഴ്ച വന്ന് അതിനുശേഷം അതിൽ നിന്ന് കയറാനായിട്ട് ചവിട്ടുപടിയായിട്ട് എന്നെ സഹായിച്ചത് ഒരു സീരിയലാണ്. അപ്പം ഞാൻ സീരിയൽ കൊണ്ട് തിരിച്ചെന്ത് കൊടുത്തു എന്ന് ആരെങ്കിലും ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റുന്നത്, ഞാൻ 3 സീരിയൽ പ്രൊഡ്യൂസ് ചെയ്തു, അത് 3 സക്സസ് ആയിരുന്നു എന്ന് തന്നെ പറയാം. രണ്ടാമത്തെ കാര്യം, 15 വർഷം ഞാൻ ഈ സീരിയലിലെ നടീ നടന്മാർക്ക് വേണ്ടി എൻ്റെ ജീവിതത്തിൻ്റെ എത്രയോ മണിക്കൂറുകൾ, എത്രയോ ദിവസങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു എന്ന് അഭിമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അല്ല, അതങ്ങനെ തന്നെ വേണം ചേട്ടാ. ഒരു പദവിയിലിരിക്കും. ഇപ്പം നമ്മുടെ അമ്മയുടെ ജനറൽ ബോഡി മീറ്റിംഗിൽ അല്ലെങ്കിൽ അവിടുത്തെ പദവി നമ്മുടെ ഇടവേള ബാബുച്ചേട്ടൻ മാറാൻ പോയപ്പോൾ എല്ലാവരും തടഞ്ഞു. കാര്യം അദ്ദേഹം എത്രയോ വർഷമായിട്ട് ആ ഒരു പദവിയിലിരിക്കുന്ന ഒരാളാണ്, ജനറൽ സെക്രട്ടറി തന്നെയായിരുന്നു. അതെ അതെ, തീർച്ചയായും. അപ്പം അത് മാറുമ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും ചേട്ടനെ നമ്മുടെ ആത്മയിലും കാണുന്നത് എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എനിക്ക് ശേഷം പ്രളയമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിക്കാറില്ല. ഞാൻ എന്റെ ഡ്യൂട്ടി നന്നായി ചെയ്തോ ഇല്ലയോ എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. ചെയ്യുന്നോണ്ടാണ് അവർ വീണ്ടും വീണ്ടും വരുന്നുണ്ട്. ഇനി അടുത്ത വർഷം മാറണമെന്ന് ഞാൻ പറയുന്നു. ഇനി ഈ പറഞ്ഞ ഗണേഷ് കുമാർ സമ്മതിക്കണം, അദ്ദേഹമാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അദ്ദേഹത്തിനെ പിണക്കിക്കൊണ്ട് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹം അത്ര ആത്മാർത്ഥമായിട്ട് ഈ പറയുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി കൂടെ നിന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനും കൂടെ നിൽക്കുന്നത്. പലർക്കും വേണ്ടി സംസാരിക്കുന്ന വ്യക്തിയാണ്. തീർച്ചയായിട്ടും. പിന്നെ ഓഫ് കോഴ്സ് ഇപ്പോ പ്രശ്നങ്ങൾ കൂടി വരുന്ന ഒരു സമയമാണ്. കാരണം നമ്പർ ഓഫ് സീരിയൽസ് കൂടി, പിന്നെ നമ്പർ ഓഫ് ടെലികാസ്റ്റ് കൂടി നിൽക്കുന്നു, ആർട്ടിസ്റ്റുകളുടെ എണ്ണം കൂടുന്നു. അങ്ങനെ വരുമ്പോഴേക്ക് ടോട്ടലി അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്അണ്ടർസ്റ്റാൻഡിങ്, ഇപ്പൊ നേരത്തെ പറഞ്ഞ സീരിയലില് ലൊക്കേഷനിൽ സംഭവിച്ചതുപോലെ പല ലൊക്കേഷനിലും സംഭവിക്കാറുണ്ട്. സാമ്പത്തികത്തിന്റെ പ്രശ്നങ്ങൾ വരാറുണ്ട്, അല്ലെങ്കിൽ ഓരോരുത്തരുടെ മാനസിക പ്രശ്നങ്ങൾ ഞാൻ ഇടപെടാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും നമുക്ക് പ്രശ്നങ്ങളുടെ എണ്ണം കൂടി വരുമ്പോൾ അത് എന്നെയും കൂടെ ബാധിക്കുന്ന ലെവലിൽ എത്തിയിരിക്കും. അപ്പൊ ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ബ്രേക്ക് എന്നൊരു സാധനം അത്യാവശ്യമാണ്. മാത്രമല്ല, സന്തോഷത്തോട് പറഞ്ഞോട്ടെ, ഞാൻ കഴിഞ്ഞ 1 വർഷമായിട്ട് സീരിയലിൽ ബ്രേക്ക് എടുത്തു എന്ന് പറഞ്ഞല്ലോ. ഞാൻ സിനിമയാണ് ഇപ്പോൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സിനിമ നല്ല വേഷങ്ങൾ എന്നെ തേടി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് എനിക്ക് സീരിയലിൽ അത്രയും ഒരു ഡെഡിക്കേഷൻ കൊടുക്കാൻ സാധിക്കുമോ എന്നൊരു സംശയം എനിക്കുണ്ട്. അതിലേക്ക് വരാനായിട്ട് കാരണം വെച്ചാൽ നമ്മൾ സിനിമ ലൊക്കേഷനിൽ ചിലപ്പോൾ സിനിമ ട്രിവാൻഡ്രത്തല്ലല്ലോ, സിനിമ മിക്കവാറും പുറത്തായിരിക്കും. പല ലൊക്കേഷനിൽ പുറത്ത് നിൽക്കുന്ന സമയത്ത് അവിടെ ഇതിന്റെ കാര്യത്തിന് വേണ്ടി ഓടി നടക്കാനും ആൾക്കാരെ വിളിക്കാനും ഫോളോ അപ്പ് ചെയ്യാനും ചിലപ്പോൾ എനിക്ക് സാധിച്ചില്ലെന്ന് വരാം. അപ്പൊ ആ ഒരു സമയത്ത് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയ ആ ഒരു വലിയ കുഴപ്പമില്ലാത്ത പേര്, നല്ല പേര് ഞാൻ പറയില്ല, അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ സാധിച്ചില്ലെങ്കിൽ ആ പണിയിൽ തൽക്കാലം രാജിവെക്കുന്നതാണ് നല്ലത്. അയ്യോ, അങ്ങനല്ല ചേട്ടാ പേയ്മെന്റിന്റെ കാര്യം പറഞ്ഞു, ആർട്ടിസ്റ്റുകൾക്ക് കൊടുക്കാതെ അതിനൊക്കെ ഇടപെട്ടിട്ടുണ്ടോ? ഈ ഇടയ്ക്ക് 1 വർഷത്തിനിടയ്ക്ക് വെച്ചിട്ട് 2 സീരിയലിന് പ്രൊഡ്യൂസേഴ്സ് പൈസ കൊടുക്കാതൊക്കെ നിർത്തിവെക്കുന്നത്, താരങ്ങൾക്ക് പൈസ കൊടുക്കാതെ ഒന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ 1 വർഷമായിട്ട് സീരിയൽ ബ്രേക്ക് എടുത്തു എന്ന് പറഞ്ഞല്ലോ. ഞാൻ സിനിമയാണ് ഇപ്പോൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സിനിമ നല്ല വേഷങ്ങൾ എന്നെ തേടി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് എനിക്ക് സീരിയലിൽ അത്രയും ഒരു ഡെഡിക്കേഷൻ കൊടുക്കാൻ സാധിക്കുമോ എന്നൊരു സംശയം എനിക്കുണ്ട്. അതിലേക്ക് വരാനായിട്ട് കാരണം വെച്ചാൽ നമ്മൾ സിനിമ ലൊക്കേഷനിൽ ചിലപ്പോൾ സിനിമ ട്രിവാൻഡ്രത്തല്ലല്ലോ, സിനിമ മിക്കവാറും പുറത്തായിരിക്കും. പല ലൊക്കേഷനിൽ പുറത്ത് നിൽക്കുന്ന സമയത്ത് അവിടെ ഇതിന്റെ കാര്യത്തിന് വേണ്ടി ഓടി നടക്കാനും ആൾക്കാരെ വിളിക്കാനും ഫോളോ അപ്പ് ചെയ്യാനും ചിലപ്പോൾ എനിക്ക് സാധിച്ചില്ലെന്ന് വരാം. അപ്പൊ ആ ഒരു സമയത്ത് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയ ആ ഒരു വലിയ കുഴപ്പമില്ലാത്ത പേര്, നല്ല പേര് ഞാൻ പറയില്ല, അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ സാധിച്ചില്ലെങ്കിൽ ആ പണിയിൽ തൽക്കാലം രാജിവെക്കുന്നതാണ് നല്ലത്. അയ്യോ, അങ്ങനല്ല ചേട്ടാ പേയ്മെന്റിന്റെ കാര്യം പറഞ്ഞു, ആർട്ടിസ്റ്റുകൾക്ക് കൊടുക്കാതെ അതിനൊക്കെ ഇടപെട്ടിട്ടുണ്ടോ? ഈ ഇടയ്ക്ക് 1 വർഷത്തിനിടയ്ക്ക് വെച്ചിട്ട് 2 സീരിയലിന് പ്രൊഡ്യൂസേഴ്സ് പൈസ കൊടുക്കാതൊക്കെ നിർത്തിവെക്കുന്നത്, താരങ്ങൾക്ക് പൈസ കൊടുക്കാതെ ഒന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഞാൻ തന്നെ അവസാനമായിട്ട് അഭിനയിച്ച ഒരു സീരിയലിൽ
ആ പ്രൊഡ്യൂസറിന് അവസാനം എനിക്ക് പൈസ തരാൻ പറ്റിയില്ല. അദ്ദേഹത്തിന് കിട്ടിയ കാശും അദ്ദേഹം കൊടുക്കാനുള്ള കാശും വെച്ച് കണക്കൂട്ടി നോക്കുമ്പോഴേക്കും അദ്ദേഹത്തിന് ഒരിടത്തും എത്തില്ല. അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും കാശ് ഞങ്ങൾക്കെല്ലാം കിട്ടുന്ന ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഞാൻ ഇടപെട്ടിരുന്നു, ചാനലുമായിട്ട് സംസാരിച്ചിരുന്നു. പക്ഷേ കഷ്ടകാലന്നേ പറയണ്ടു. കാരണം എന്താ ചെയ്യുക, ആ പ്രൊഡ്യൂസറിൻ്റെ അവസ്ഥ ദയനീയമായിരുന്നു. അയാൾ അവസാനം ഇവിടുന്ന് സ്ഥലം വിട്ടുപോയി. അദ്ദേഹം ഇപ്പോൾ എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല, ദുബായിലാണെന്നൊക്കെ പറയുന്നു. എന്ന് പറയുമ്പോൾ ഞാൻ പ്രൊഡ്യൂസറെ കൂടെ അതിനകത്ത് കണക്കിലെടുക്കുകയാണ്. കാരണം ഇന്ന് പ്രൊഡ്യൂസർമാരുടെ അവസ്ഥ വളരെ മോശമാണ്. സീരിയൽ പണ്ട് ഒരിക്കൽ നമ്മളെല്ലാവരും പറയുമായിരുന്നു ദിവസവും കാശ് കിട്ടും ആർട്ടിസ്റ്റിന്. അത്രയും ഒരു വളരെ ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു മേഖലയായിരുന്നു. പക്ഷേ അത് കാലക്രമേണ എന്ത് പറ്റി, ഈ ദിവസം എന്നുള്ളത് 15 ദിവസമായി മാറി, 35 ദിവസം, 45 ദിവസം. ഇപ്പൊ കൂടി വന്ന് 2 മാസം കഴിഞ്ഞാലും പലപ്പോഴും ആർട്ടിസ്റ്റുകൾക്ക് കാശ് കിട്ടാറില്ല. ആത്മ ഇടപെടേണ്ട ഒരു അവസ്ഥ വരാറുണ്ട്, പലപ്പോഴും നോട്ടീസ് അയക്കേണ്ട അവസ്ഥ വരാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരുന്നതിന് മെയിൻ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇന്ന് സീരിയലിൻ്റെ കോസ്റ്റ് കൂടി, ആർട്ടിസ്റ്റുകളുടെ ശമ്പളം കൂടി, അത് തന്നെ സീരിയൽ ഉണ്ടാക്കുന്നതിൻ്റെ ടെക്നീഷ്യൻസിൻ്റെ കോസ്റ്റ് കൂടി, ബാറ്റ കൂടി, ഫുഡിൻ്റെ കോസ്റ്റ് കൂടി. ഇതെല്ലാം വരുമ്പോഴേക്കും പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന കാശ് വളരെ കുറഞ്ഞു വരുന്നു, ചാനലിൽ നിന്ന് കിട്ടുന്ന കാശ് കുറഞ്ഞു വരുന്നു. ഇത് തമ്മിൽ ഒരു മാച്ചായി വരുന്നില്ല. അപ്പോൾ ഇതിൽ എവിടെയെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ സീരിയൽ ഇൻഡസ്ട്രി സിനിമ ഇൻഡസ്ട്രിയെ പോലെ തന്നെ വളരെ മോശം അവസ്ഥയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാവട്ടെ, അതിനൊക്കെ ഒരു മാറ്റം വരട്ടെ. അല്ല, അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനായിട്ടും ഫ്രട്ടേണിറ്റി ആയിട്ടും ഒക്കെ ഒരു ജോയിന്റ് മീറ്റിംഗ് വെച്ചിരുന്നു. കാരണം ഇതിന് പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ ഈ എല്ലാവരുടെയും കാര്യം ബുദ്ധിമുട്ടാണ്. കാരണം പ്രൊഡ്യൂസർ നന്നായാൽ മാത്രമേ ആർട്ടിസ്റ്റുകൾ നന്നാവുള്ളൂ. എന്നാലും ആർട്ടിസ്റ്റിന് ഒരു രൂപ കൂട്ടി ചോദിച്ചാൽ തരാൻ സാധിക്കും. അപ്പൊ പ്രൊഡ്യൂസർ ഇപ്പോൾ കുറച്ച് ഷേക്കി ആയിട്ട് നിൽക്കുന്ന അവസ്ഥയാണ്, പലരും നഷ്ടത്തിലാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റ് മിനിറ്റ് പൈസ കൊടുക്കുന്നില്ല, മുങ്ങി പോകേണ്ട അവസ്ഥ വരുന്നു. അപ്പൊ അത് വരാതിരിക്കണം നമ്മുടെ ഇൻഡസ്ട്രിയിൽ. തീർച്ചയായിട്ടും അതൊക്കെ വരാതിരിക്കട്ടെ, ഇനിയൊക്കെ അതൊക്കെ മാറ്റങ്ങൾ വരട്ടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും. പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും സീരിയലാണ് എൻ്റെ ഡെയിലി ബ്രെഡ് ആൻഡ് ബട്ടറായിട്ട് ഞാൻ കുറേ വർഷം കണ്ടുകൊണ്ടിരുന്നത്. ഞാനിപ്പോൾ സിനിമയിലോട്ട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്ന് വെച്ചുകൊണ്ട് സീരിയലിനെ മറന്നിട്ടില്ല. അപ്പോൾ ഞാൻ എന്നെ കുറച്ച് നാളത്തേക്ക് നിങ്ങൾ മിസ് ചെയ്യുമായിരിക്കും. പക്ഷേ എന്തെങ്കിലുമൊക്കെ ഞാൻ തിരിച്ച് വീണ്ടും സീരിയലിൽ വരും. അതുവരെ സീരിയൽ ആൾക്കാരോട് എന്നെ നന്ദി അറിയിക്കുന്നു. കാരണം നിങ്ങളാണ് എന്നെ വളർത്തി ഇന്ന് ഈ ലെവലിൽ എത്തിച്ചത്. ഇനി സിനിമയിൽ കൂടി എന്നെ ഒരു കൈ പിടിച്ച് താങ്ങി ഒരു നല്ല അവസ്ഥയിൽ എത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സീരിയൽ എന്നും ആ ഒരു മാർക്കറ്റ് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലിരിക്കുന്നവർക്കൊക്കെ എന്നും പ്രിയങ്കര സിനിമയെക്കാട്ടിലും കൂടുതൽ സീരിയൽ തന്നെയാണ്. നിങ്ങളോടൊക്കെ നന്ദി പറഞ്ഞുകൊള്ളുന്നു. തീർച്ചയായിട്ടും താങ്കളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഈ കുറെ സിനിമകൾ ഇറങ്ങുന്നു, അത് വിജയിക്കണം എന്നുള്ളതാണ്. അതിലുപരി എനിക്കൊരു ആഗ്രഹമുണ്ട്, നേതാജി സുഭാഷ് ചന്ദ്രബോസ് സാറിന്റെ അദ്ദേഹത്തിന്റെ അനുസ്മരിപ്പിക്കുന്ന ബയോപിക് വരുന്നതിനകത്ത് ഒരു ദേശീയ അവാർഡ് താങ്കൾക്ക് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അത് ഉള്ളിൽ നിന്ന് പറയുകയാണ്, അത്ര എഫേർട്ട് എടുത്ത് ചെയ്തുകൊണ്ട് പറയുകയാണ്. ബാക്കിയുള്ള സിനിമകൾ വിജയിക്കട്ടെ. എല്ലാവിധ ഭാഗങ്ങളും തരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്.